കിട്ടി തുറന്നിട്ടില്ല. പോവില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച ഞാനും അച്ചാച്ചനും മാത്രമല്ല, ഇവിടെ വേറൊരു ഫാമിലി ഉണ്ട്. അതുപോലെ വേറൊരു ഫാമിലി ഉണ്ട്. അവർ ഓൾറെഡി ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ശരിക്കും ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡിൻബറയിൽ ഇവിടെ കാരവാനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ കാരവാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കാരവാനിലായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വന്നു. അതുപോലെ വേറൊരു ഫാമിലി ഉണ്ട്, ജോബ്രോയും നിശ്ചയിച്ചിയും പിന്നെ ക്രിസ്റ്റിയൊക്കെ ആയിട്ട്. അപ്പം അവർ ഓൾറെഡി ഇവിടുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുക. അശ്വിൻ ബ്രോയും ചേച്ചിയും അച്ചാച്ചനും ഞാനും കുഞ്ഞും ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഇന്നത്തെ ഡ്രസ്സ് ഇതാ. പക്ഷെ കുറച്ച് തണുപ്പായാലും ഞാൻ ജാക്കറ്റിലോട്ട് കയറും. സമയം 10 മണി കഴിഞ്ഞു. ഞങ്ങൾ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ, പക്ഷെ അത് നടന്നില്ല. ഇപ്പൊ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു. കണ്ണാടി വെച്ചിട്ട് ക്യാമറ നോക്കത്തുള്ളൂ. ബേബി, അപ്പച്ച പാട്ട് എങ്ങനെയാ? അമ്മച്ച പാട്ട് എങ്ങനെയാ? അച്ചച്ച പാട്ട് എങ്ങനെയാ? കൈ വേണം, കൈ വേണം. ചേച്ചി പാട്ട് എങ്ങനെയാ? ഇങ്ങനെ കയ്യും കൂടെ. ദാദാ പാട്ട് എങ്ങനെയാ? ഓക്കെ, അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. ബൈ. അങ്ങനെ ഞങ്ങള് ഇവിടെ കാസിലെത്തി. പക്ഷെ ഒരു പണി കിട്ടി, തുറന്നിട്ടില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് തുറക്കത്തുള്ളൂ. ഞങ്ങളിപ്പോ ഇവിടെ 12 മണിയൊക്കെ ആയി എത്തി. അപ്പൊ ഇനി 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങി ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. അവര് വന്നില്ല, അവര് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വന്നു. ഇവിടെ ഇറങ്ങുന്നതിന്റെ പരിപാടികളൊക്കെയാണ്. ഇവിടെ തേരാ ഞങ്ങൾ 1 മണിക്കൂർ ഇവിടെ ഞങ്ങൾ നടക്കണം. ഇത് ഡംബാട്ടൻ കാസിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ചുറ്റും ഈ ഒരു ഏരിയ ഫുൾ ഭയങ്കര രസമുണ്ട് കാണാന്. ചേച്ചി, ഇന്നെങ്കിലും നമുക്ക് ക്യാസിൽ ഒരുമിച്ച് കാണാൻ പറ്റുമോ? 1 മണിക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വെയിൽസിൽ ഫസ്റ്റ് കാസിലിൽ പോയി, അന്ന് കാണാൻ പറ്റിയില്ല. ഇന്നലെ എഡിൻബറോ കാസിൽ പോയി, കാണാൻ പറ്റിയില്ല. ഇന്നിവിടെ ഗ്ലാസ്ഗോയിൽ വന്നു, കാസിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. 1 മണിക്കായിരുന്നു. ഇവിടെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക. 1 മണിക്ക് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് കേറാൻ പറ്റിയില്ലെങ്കിൽ അതും പോയി. നമ്മുടെ ചേച്ചിയും ജോബ്രോയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടില്ല. ഇവരെ കണ്ടിട്ട് ട്വിൻസിനെ പോലെ ഉണ്ടോ? കമന്റ്. ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു റീലൊക്കെ എടുത്തു. ആ റീലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ റീൽ ഇട്ട് കാണും. ഓക്കെ, അപ്പൊ ഞങ്ങൾ റീലൊക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പം കാസിലോട്ട് കേറുവാ. കിച്ചു, ഹലോ. അപ്പൊ ഇത് യൂസ് ചെയ്താണ് ഇതിന് യുദ്ധത്തിന്. അവിടുന്ന് ആൾക്കാര് വരുമ്പോ കാണാൻ പറ്റുമോ അവിടെ എന്തെങ്കിലും? അത് ശരിയാണല്ലോ, എങ്ങനെ കാണുന്നത്? ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്നാലും ഒന്നും കിട്ടും. അങ്ങനെ അശ്വിൻ ബ്രോ, നമ്മൾ അവസാനം ഒരുമിച്ചൊരു ക്യാഷിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റി.
വിക്ടറി അവസാനം അറ്റ് ലാസ്റ്റ് മൂന്നാമത്. അതെ, ഒന്നിപ്പോയ ഒന്നിപ്പോയ മൂന്നെന്നാ. അപ്പം ഇത് മൂന്നാമത്തെ ക്യാസില്ല. അതിന് ആദ്യത്തെ 2 ക്യാസിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. മൂന്നാമത്തെ ക്യാസിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റും. Yeah. എന്താണത്? ഇവിടെ നിന്നാണ് അവര് യുദ്ധത്തിന് ഓരോ കരുക്കൾ ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നല്ലേ. ബ്ലൂ പ്രിന്റ് ശരിക്കും ശബരിമലയിൽ സ്റ്റെപ്പ് പോലെ ഉണ്ട്. താഴേത് ഞങ്ങൾ ഇനി വരെ കയറി. ഞാൻ ഏറ്റവും ലാസ്റ്റാ. അവരെല്ലാം മുകളിൽ കയറി. എനിക്ക് പതുക്കെ കയറാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബ്രീതിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ കയറി പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പെല്ലാം കൊളാവും. ഇത്രയും സ്റ്റെപ്പ് കയറി വെച്ചാൽ താഴേന്ന് പതിയായില്ല. ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉള്ളു. പിന്നെന്താണോ ഇവിടെ ആയിരുന്നു നമ്മുടെ ഇതിനകത്തോട്ട് അണ്ടർഗ്രൗണ്ട്. അവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? ഓക്കെ, അതിനകത്തായിരുന്നു ബോംബിന്റെ സാധനങ്ങളും ബുള്ളറ്റ്സും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. അകത്തോട്ടുണ്ടല്ലേ? എനിക്ക് ഇറങ്ങാൻ വയ്യ, കയറാൻ വയ്യ. ആണോ? ഓക്കെ. ഇത് പ്രശ്നമാണ്. ഇവിടെ ആണ് ആൾക്കാരെയൊക്കെ ഈ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ഇവിടുന്ന് നോക്കുമ്പോ എവിടുന്ന് ആൾക്കാർ യുദ്ധത്തിന് വന്നാലും കാണാൻ പറ്റും. അങ്ങനെ ഒരു ലൊക്കേഷൻ ആണ് ക്ലാസ്സിലുണ്ട്. ഇവിടുന്ന് ചുറ്റും ആൾക്കാർ വന്നാലും കാണാൻ പറ്റും. ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങള് സബ്വേയിൽ വന്നു. ഞങ്ങള് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഉച്ചയായപ്പോൾ എല്ലാവരും വിശന്നു. പിന്നെ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടീസിലേക്ക് കിടക്കാം. ഉറങ്ങി പോവില്ല. ഞാൻ ഹൈലൈറ്റ്സിൽ ഇടും. പോവാ. ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ഡെവിൾസ് പുൾപിറ്റ് ആണ്. ഞങ്ങൾ അങ്ങനെ ഡെവിൾസ് പുൾപിറ്റിൽ വന്നു. അറിയറിയത്തില്ല. ഈ തറയൊക്കെ ഫുള്ളില് നനഞ്ഞ് ചള്ളായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ നല്ലോണം വേർത്ത് ഒഴുകി. പക്ഷെ ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാരും ജാക്കറ്റിനുള്ളിൽ കയറി. ഏതാ ഇതിനോ? അതിനാ പേടിച്ചിരിക്കുവാണോ? ഈ 2 പിള്ളേർക്കും പേടി. പക്ഷെ അപ്പനും അമ്മയും പോകാൻ പറയും. എല്ലാ വീട്ടിലും തിരിച്ചാ. പിള്ളേര് പറയും പോണം, അമ്മയും അപ്പനും പറയും പോവല്ലേ. ഇവിടെ അവരുടെ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ ചാടണ്ട വേണ്ട. ഇനി പോരും. തീരുമാനം വല്ല തീരുമാനമായ
നമ്മുടെ പ്ലാൻ Please stop. You wanna go home? ഇതുവരെ വഴി കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് കുറെ കറങ്ങുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾ വഴി കണ്ടുപിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ശരിക്കുമല്ല, കാരണം നമ്മൾ ഗൂഗിളിൽ കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഫോട്ടോസിൽ കാണുന്ന ആ ഒരു ലൊക്കേഷൻ എത്തില്ല. ഇവിടെ നമുക്ക് ആ വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ. ഒരു ഭയങ്കര ഒരു നേച്ചർ ബ്യൂട്ടി അല്ലെങ്കിൽ നേച്ചറിന്റെ കുറച്ച് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതുണ്ട്. യു നോട്ട് കമ്മിങ് ഡൗൺ? ഓ, ഇതല്ല എൻട്രൻസ്. നമുക്ക് വഴി തെറ്റിപ്പോയി ഗായ്സ്. ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങക്ക് ലൊക്കേഷൻ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ദയവായിട്ട് കാണിച്ചു തരാം, നിങ്ങൾ അതിലേക്ക് പോണ്ടാന്നുള്ളത് രീതിയിൽ കാണിച്ചു തരുന്ന പോലെ ഉണ്ട്. പക്ഷെ വന്നു, കാണാൻ വന്നു, നമ്മൾ കാണാൻ വന്നു, പക്ഷെ അടുത്തേക്ക് പോകുന്നില്ല. ഓക്കെ, എന്തോ അവിടെ സമൂസ ചാട്ട് വാങ്ങുക. സമൂസ ചാട്ട് ഞാൻ രക്ഷപ്പെടായിരുന്നു. ഇവിടെ എല്ലാരും മത്സരിച്ച് കഴിച്ചോണ്ടിരിക്കുക ബുഫേ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും ആരുമില്ല. ഇതിപ്പോ എത്ര പേര്? 3 ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ, മെയിനായിട്ട് എത്തിയില്ലല്ലോ. ഞാനിവിടെ നല്ല മസാല ദോശ, സോറി ഇത് ഗീ റോസ്റ്റ് ആണ്, ഗീ റോസ്റ്റ് കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല, കാരണം എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ വരും അവർ പോകും, ഞങ്ങൾ വരും അവർ പോകും, ഇങ്ങനെ ഓടിക്കോണ്ടിരിക്കുക. വേറൊരാളോടെ കാണിച്ചു തരാം. കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ക്രിസ്റ്റി എഴുന്നേൽക്കുന്നില്ലേ? എല്ലാവരും വൻ ബിസിയിലാണ്. ചേച്ചി കിച്ചൺ ഐസ്ക്രീം കഴിക്കാനോ? ഊണോ ഊണോ എന്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ 2 സാധനമാണത്. രണ്ടാമത് സെക്കൻഡ് സ്ഥാനം അതല്ല അച്ഛൻ ഒന്നാമത്, ഞാൻ രണ്ടാമത്.
ചേച്ചി പാട്ട് എങ്ങനെയാ? അല്ല ഈ ചേച്ചിയുടെ പാട്ട്, ഈ ചേച്ചിയുടെ പാട്ട് എങ്ങനെ? ഛായ. പാട്ട് പാട്ട് ഒരു ഉമ്മ തരുമോ? ഉമ്മ 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 ഇതാണ് ലിവിംഗ് റൂം. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും ചെയർസും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചണിൽ ആക്ച്വലി ഇവർ ഓൾറെഡി നമുക്ക് പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. പ്ലേറ്റ്സും കുറെ ഗ്ലാസസും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കെറ്റിലും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നേരെ വന്ന് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഒരു വാഷ്റൂം. ദെൻ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന 2 ബെഡ്റൂം. ജസ്റ്റ് ഒരു കബോർഡും. ദെൻ ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട്. 2 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇവിടെയും. പിന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ടിവിയും വേറെ ഷെൽഫും മിററും ബെഡും. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. What is your name? Name. How old are you? How are you? പറഞ്ഞു കൊടുക്കാം. സോ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ മിസ്റ്റർ ചേച്ചിയും ജോബ്രോയും ക്രിസ്റ്റിയും ഒക്കെ പോയി ഓൾറെഡി. ഒരു പോകുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇതെന്റെ അശ്വൻ ബ്രോയും ചേച്ചിയും നമ്മുടെ കുഞ്ഞും അച്ചാച്ചൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുക. അപ്പൊ ബൈ. ഒന്നൂടെ ബൈ.